നമ്മൾ വീട്ടിലെ മുട്ട പൊരിക്കത്തില്ലേ? അപ്പോൾ ഈ മുട്ട പൊരിക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് കൂടുതൽ ഇട്ടാളെന്നെ ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ മാത്രമല്ല അല്ലേ, നമ്മൾ ഹോസ്റ്റൽ കുട്ടികളൊക്കെ ആണെങ്കിലും 1, 2 മുട്ടയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എല്ലാ കുട്ടികളും കൂടി തികയത്തില്ല. അപ്പം നമുക്ക് അടി ഉണ്ടാക്കാതിരിക്കാനായിട്ട് പെട്ടെന്ന് കുറച്ച് കൂടുതൽ മുട്ട ഇട്ടാളെൻ്റെ ഒരു ട്രിക്ക് കാണിച്ചു തരാം കേട്ടോ. കൂടുതൽ മുട്ടയല്ല, മുട്ട പൊരിച്ചത് ഇട്ടാളെൻ്റെ ട്രിക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ ഇതിനകത്ത് 4 ബ്രെഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരൊറ്റ പീസ് മതി കേട്ടോ, നമുക്ക് വയറ് നിറയ്ക്കാനായിട്ട്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതല്ലാതെ നമുക്കിപ്പോൾ രാവിലെയൊക്കെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ടൈമിലാണെങ്കിലും അതല്ല ഉച്ചയ്ക്ക് നമുക്കൊക്കെ ചോറിന് പൊരിച്ചെടുക്കാനൊക്കെ ആയിട്ടും ഒരൊറ്റ പീസ് മതി കേട്ടോ ഒരാൾക്ക്. കാരണം നല്ല കട്ടിക്ക് നല്ല കൂടുതൽ കിട്ടും. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മുട്ട പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ചോറിനൊക്കെ എടുക്കുന്നെങ്കിൽ 2 മുട്ട എടുക്കാം കേട്ടോ. 2 ഒരെണ്ണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് അളവിന് എടുത്തോട്ടോ, കൂടുതൽ കിട്ടും. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഒരു ഹാഫ് സവാള കുനുന ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പീസായിട്ടൊന്ന് അരിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക് ഇതാ ഇതുപോലെ ഒരു ചെറുതായിട്ട് എരിവ് കുറഞ്ഞ പച്ചമുളക് ഒരെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി പച്ചമുളകെ പിടിച്ച് കടിച്ചിട്ട് എരിവാന്ന് പറയും, അതുകൊണ്ടാണ് ഞാനത് ഒരെണ്ണം എടുത്തത് ഇവിടെ കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു തക്കാളി നന്നായിട്ട് ഒരു പകുതി മതി കേട്ടോ, ചെറിയ പീസ് കഷ്ണങ്ങളായിട്ട് നമുക്ക് അത് അരിഞ്ഞിടാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതുപോലെ ഉപ്പിട്ട് കൊടുക്കണേ. ഈ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കൂട്ടിളക്കി കൊടുക്കാം കേട്ടോ. ഇത് ഇത്രയും ചേർക്കുമ്പോൾ തന്നെ നമുക്ക് മുട്ടയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ എന്ന് മുട്ട ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കാതെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഫ്ലേവർ വ്യത്യാസം ഒന്നും വരത്തില്ല കേട്ടോ. ഇതിപ്പോൾ 2 സ്പൂൺ മൈദമാവാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ മൈദമാവ് മുട്ടയിൽ ഇട്ടു എന്ന് വെച്ചിട്ടുണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല, ഒരു ഫ്ലേവർ വ്യത്യാസമില്ല. അത് ഫുൾ മുട്ടയായിട്ടാണ് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ കേട്ടോ, കാരണം നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു മാവും ബാക്കിയുള്ള ഐറ്റംസും കൂടെ കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുണ്ടല്ലേ, ഇപ്പോൾ ഒരു ഏകദേശം ഒരു 2 മുട്ട ഇടയൊക്കെ വലുപ്പത്തിലുള്ള എൻ്റെ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു നുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കൂട്ടിയിളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ എന്തോരം മുട്ട എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരെണ്ണം ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു മുട്ടയാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ ഒരു മുട്ട ഇട്ടാൽ മതി. അപ്പം ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി ഉച്ചയ്ക്ക് ആയതുകൊണ്ട് എല്ലാവർക്കും കൂടെ ഇപ്പോൾ 4-5 പേർക്കൊക്കെ മുറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 മുട്ട മതി കേട്ടോ. ഒറ്റ പീസ് മതി, നമുക്ക് വയറിറച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള എൻ്റെ ഒരു നല്ലൊരു കട്ടിയുള്ള നല്ലൊരു പീസ് കിട്ടും കേട്ടോ, ഒറ്റ ഇതിൽ നമുക്ക് റൗണ്ടിൽ കിട്ടാനായിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ മറ്റേ ബ്രെഡ് ടോസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഇത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇനി നന്നായിട്ടൊന്ന് ശരിക്കും ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. നമ്മൾ കൈ കൊണ്ട് തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്കത് ആ പാലിലേക്ക് ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട. നിങ്ങൾക്ക് എന്തോരം വെളിച്ചെണ്ണ വെച്ചിട്ട് അതിനനുസരിച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പാലിൽ ഇത്തിരി വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് അതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് തീയൊന്ന് ഒരുപാട് തീ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറിയൊരു 2-ലൊക്കെ ആയിട്ട് ഇട്ടാൽ മതി, സിമ്പിളായിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, പെട്ടെന്ന് ഒരു 3-4 മിനിറ്റിനുള്ളിൽ ഒന്ന് തുറന്നു നോക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്, ശരിക്കും മുട്ടയുടെ അതേ ഫ്ലേവർ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ. ഇനിയിപ്പോൾ നമുക്കൊന്ന് മറക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല വലിയൊരു പാനാണ് കേട്ടോ, ഞാനിത് മറയ്ക്കുമ്പോൾ കീറും. അപ്പോൾ നിങ്ങൾ കീറാതെ മറയ്ക്കണം കേട്ടോ. ഞാൻ എങ്ങനെ നോക്കിയാലും ഇത് കീറും, കാരണം ഇച്ചിരി വലിയ വലിപ്പമുണ്ട്, നല്ല കട്ടിയായതുകൊണ്ട്. ഇത് കണ്ടില്ലേ, മറിച്ച ഭാഗം ചളായി. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് റൗണ്ടിൽ ഷേപ്പിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ മറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുത്തോട്ടോ. ഇത് കണ്ടില്ലേ, ഒറ്റ പീസ് മതി കേട്ടോ. നമുക്ക് രാവിലെ തന്നെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ചോറിനും കൊടുത്തുവിടാം. ഇനിയിപ്പോൾ രാവിലെ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ആ ഉപ്പുമാവിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം, വേണമെങ്കിൽ പുട്ടിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു മുട്ട. അപ്പോൾ ഇതുപോലെ മുട്ട പൊരിച്ച് നോക്കിയില്ലാത്തുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊരിച്ച് നോക്കിക്കോട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല സോഫ്റ്റും ആണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും, രാവിലെ ഉപ്പുമാവിൻ്റെ ഒപ്പം കൂടെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ ഈ ഒരു മുട്ട. അപ്പോൾ ഉണ്ടാക്കി നോക്കേ. ഇനി നമുക്കുണ്ടല്ലോ ബ്രെഡിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുട്ടികൾ വൈകുന്നേരം വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഈസിയാണ് കേട്ടോ. ഒരൊറ്റ മുട്ട മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മുട്ട ഞാനിപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം 2 കുട്ടികളൊക്കെ ഉള്ളിടത്തിൽ ഇതുപോലെ ഒരെണ്ണം മതി, വയറ് നിറച്ച് കഴിക്കാനുണ്ടാവും കേട്ടോ മക്കൾക്ക്. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഞാൻ നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട ആ ഒരു മഞ്ഞ ഒക്കെ കളഞ്ഞ് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒരു ഹാഫ് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഹാഫ് തക്കാളിയും നമുക്ക് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താലും മതി. ഈ നന്നായിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കാം. ഉപ്പിടാൻ മറന്നു വരുത് കേട്ടോ, ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ശരിക്കും ഒന്ന് അടിച്ച് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു സ്പൂൺ 2 സ്പൂണോളം നമുക്ക് നമ്മൾ ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായതുകൊണ്ട് 2 സ്പൂണിൽ കൂടുതൽ ഇട്ടു കേട്ടോ. കുറച്ച് കൂടുതൽ നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം 1/2 ഗ്ലാസ് ഇട്ടില്ല, ഏകദേശം ഒരു 3-4 സ്പൂൺ മൈദ മാവാണ് ഇട്ടേക്കുന്നത്. നന്നായിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എടുക്കുന്ന പാനിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിയൊരു പാനാണ് കേട്ടോ എടുക്കുന്നത്.
നമ്മൾ ഒരു ഗ്രില്ലർ പാൻ ഉണ്ടല്ലോ, അതാണ് നല്ല സ്ക്വയറാണ്. നമ്മൾ ഏകദേശം ഒരു 4 ബ്രെഡ് ഇടാൻ പറ്റുന്ന കറക്റ്റ് ഷേപ്പാണ് കേട്ടോ ഇത്. ഇത്തിരി കൂടി വലിപ്പമുണ്ട്. അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ എല്ലാവരും ഇത്തിരി വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരൊറ്റ മുട്ടയാണ് എടുത്തിട്ടുള്ളൂ. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് 2-3 ട്രിപ്പായിട്ട് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണേൽ അടിച്ചിട്ട് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഹോസ്റ്റൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ സ്കൂളിട്ട് വരുന്ന കോളേജിലൊക്കെ വിട്ട് വരുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും കേട്ടോ. അതായത് ഇപ്പോൾ ഒന്ന് മൂടി വയ്ക്കാം, ആവി ഒന്ന് കയറട്ടെ കേട്ടോ. മൂടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തുറന്നു കൊടുത്തിട്ട് ഇതിന് മുകളിൽ നമ്മളിപ്പോൾ തിരിച്ചിടില്ലല്ലോ, അപ്പം ഇതിന് മുകളിൽ ഇത്തിരി എണ്ണ തൂത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ബ്രെഡ് ഉണ്ടല്ലോ, ആ ബ്രെഡ് നമുക്ക് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ 4 വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഒരു 4 കൂടുതൽ വലിപ്പമുണ്ട്. അപ്പോൾ ഇത്തിരി വലിപ്പമുള്ള ഇതാണ്. അപ്പം വലിപ്പം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അത്രയ്ക്ക് വലിയൊരു മുട്ട നമുക്ക് കിട്ടും കേട്ടോ. അതായത് മൂടി വയ്ക്കാം. മൂടി വെച്ച് തുറക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ബ്രെഡ് ഉണ്ടാക്കിയ പോലെ തന്നെ ഇരിക്കും, നല്ല പഞ്ഞി പോലത്തെ ബ്രെഡ് ആവും കേട്ടോ. ഉണ്ടല്ലേ. ഇനി ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് എല്ലാം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ഒന്ന് നട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇതാ എല്ലാം കീറി ചളാക്കിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ആക്കി എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്താണെങ്കിലും നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിലും നല്ല മഴ ടൈമിലൊക്കെ നമുക്ക് വയറിറച്ച് കഴിക്കാനായിട്ട് ഇതിൻ്റെ പകുതി മതി കേട്ടോ. കാരണം അത്രയ്ക്കും വലിപ്പം കൊണ്ടുപോകാനും നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്ക്. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വന്ന അഭിപ്രായം ഒന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഹോസ്റ്റൽ കുട്ടികൾക്കൊക്കെ എന്തായാലും ഉപകാരപ്പെടും കേട്ടോ ഒരു വീഡിയോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. ബൈ.